സോ ഹലോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വേറൊന്നുമല്ല, സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേ നമ്മളെ 2D വേർഷനാണ് ഞാൻ കണ്ടത്. അപ്പോൾ കണ്ടു കഴിഞ്ഞിട്ട് എനിക്ക് എന്തായാലും ഇതിനെപ്പറ്റി ഒരു റിവ്യൂ ചെയ്യണമെന്ന് തോന്നി. വേറെ ഒന്നും ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ ട്രെയിലർ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേൻ്റെ ട്രെയിലർ കണ്ടപ്പോൾ കുറേ അധികം സ്പെക്കുലേഷൻസും കാര്യമെല്ലാം കുറേ അടുത്ത് ഞാൻ കേട്ടു. ലൈക്ക് ചിലർ പറഞ്ഞു ഹൽക്കാണ് വില്ലൻ, വെനമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ചധികം സംഭവങ്ങൾ ഞാൻ കേട്ടായിരുന്നു. ഞാൻ മാത്രം കേട്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഓൺലൈൻ നോക്കിയപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾ ഞാൻ കേട്ടായിരുന്നു ട്രെയിലർ ഇറങ്ങിയ സമയത്ത്. അപ്പോൾ ട്രെയിലർ കണ്ട സമയത്ത് തന്നെ എനിക്ക് തോന്നി ലൈക്ക് ചിലർ പറയുന്നത് ഇതിനകത്ത് വെനം വരുന്നുണ്ട് എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഈ ട്രെയിലർ കണ്ടവിടെ എനിക്ക് മനസ്സിലായി ഈ മ്യൂട്ടേഷൻ കാര്യം സംഭവിച്ചിട്ടുള്ള സംഭവം അല്ലാണ്ട് ഇതിനകത്ത് വെനമോ അല്ലെങ്കിൽ ഹൽക്ക് വില്ലനോ ഇങ്ങനെയൊന്നും ആവാൻ സാധ്യത ഇല്ല. ലൈക്ക് എനിക്ക് ട്രെയിലർ കണ്ട് പിന്നെ കുറേ സ്പെക്കുലേഷൻസും കാര്യമെല്ലാം ഓൺലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടപ്പോൾ എല്ലാവരും പറയുന്നത് ഹൽക്കാണ് മെയിൻ വില്ലൻ, അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയോ കേട്ടായിരുന്നു. ബട്ട് ട്രെയിലറിൽ നമ്മൾ കുറേ സീക്വൻസ് ആണ് ഉണ്ട്. ലൈക്ക് സ്പൈഡർമാൻ മറ്റേ കുറേ നിഞ്ച ആൾക്കാരെ ഫൈറ്റ് ചെയ്യുന്നതും ഹൽക്ക് വരുന്നതും അങ്ങനെ കുറേ ഐറ്റംസ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു മൂവി കിട്ടുന്ന സാധനമായിരിക്കുന്നു. ബട്ട് ഞാൻ ഇന്നലെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ ട്രെയിലർ കൊടുത്ത അത്ര ഹൈപ്പൊന്നും ഈ മൂവിക്കില്ല. ആൻഡ് ലൈക്ക് മൂവി മോശമാ എന്നല്ല ഞാൻ പറയുന്നത്. ബട്ട് മൂവി അത്ര നമ്മളെ ഹൈപ്പിനനുസരിച്ചുള്ള എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എനിക്ക് പറയാൻ കുറേ റീസൺസ് ഉണ്ട്. അതിനകത്ത് കുറച്ച് റീസൺസ് പറഞ്ഞുതരാം. ഫോർ എക്സാമ്പിൾ ലൈക്ക് നമ്മുടെ സ്പൈഡർമാൻ മൂവീസ്, ഇതുവരെയുള്ള സ്പൈഡർമാൻ മൂവീസ് കമ്പയർ ചെയ്യുവാണെങ്കിൽ ലാസ്റ്റ് ഇറങ്ങിയ ബ്രാൻഡ് ന്യൂ ഡേ അത്ര ഒരു ഫീലായി തോന്നിയിട്ടില്ല. മേ ബി ഞാൻ ഇന്നലെ കണ്ട സമയത്ത് കുറച്ച് പിള്ളേരെല്ലാം ഉണ്ടായിരുന്നു സിനിമ കാണാൻ, ചെറിയ കുട്ടികൾ. അപ്പോൾ ഇവരിങ്ങനെ കരച്ചിലുള്ള കേട്ടോണ്ടാണോ ഒന്നുമില്ല, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കട്ടായി കട്ടായി പോയായിരുന്നു. ബട്ട് എനിവേ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ് ലൈക്ക് ഈ സ്പൈഡർമാൻ ഹോം കമ്മിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഹോം കമ്മിങ് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. ബട്ട് ഇറ്റ് വാസ് ഓക്കെ. സ്റ്റാർട്ടിങ് അല്ലേ, അതിനകത്ത് ഒറിജിനൽ കാണിക്കുന്നതാണല്ലോ പുതിയ വീണ്ടും ഒരു സ്പൈഡർമാൻ്റെ. പിന്നെ അതിന് ശേഷം മിസ്റ്റീരിയോൻ്റെ സാധനം വന്നു. മിസ്റ്റീരിയോൻ്റെ അത് അത്യാവശ്യം നല്ല രസമുണ്ടായിരുന്നു. പിന്നെ 3 സ്പൈഡർമാൻസും കൂടിയുള്ള നോവേ ഹോം, ഐ തിങ്ക് നോവേ ഹോം എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള സാധനം വന്നു. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 പാർട്ടും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ലാസ്റ്റ് 4ാമത്തെ പാർട്ടാന്ന് തോന്നുന്നു. ഫോർത്ത് സ്പൈഡർമാൻ മൂവി. ഓക്കെ, ഫോർത്ത് സ്പൈഡർമാൻ മൂവി ഇത് ലാസ്റ്റ് ബ്രാൻഡ് ന്യൂ ഡേ. ഈ മൂവി വന്നപ്പോൾ ഞാൻ എക്സ്പെക്ടേഷൻ കൂട്ടിയോണ്ടാണെന്ന് അറിഞ്ഞൂടാ. നോർമലി സ്പൈഡർമാൻ മൂവീസിൽ നമുക്ക് ഒരു ആ ക്യാരക്ടറിനോടൊരു വല്ലാത്തൊരു ഇതുണ്ടാവും. ലൈക്ക് ഒരു ക്യാരക്ടർ ക്യാരക്ടറും ഭയങ്കര നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യും. ലൈക്ക് ഇപ്പോൾ പണ്ടത്തെ സ്പൈഡർമാൻ, OG സ്പൈഡർമാൻ ടോബി മെഗ്വാർ, പേര് മാറിപ്പോയാൽ ക്ഷമിക്കണം. ടോബി മെഗ്വാറിൻ്റെ സ്പൈഡർമാൻ ആയിക്കോട്ടെ 1, 2, 3 മൂന്നും ടോപ്പായിരുന്നു. ആൻഡ് അതേപോലെ അമേസിങ് സ്പൈഡർമാൻ 1, 2 1ഉം 2ഉം അതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. ആൻഡ് സ്പൈഡർമാൻ ഹോം കമ്മിങ് വന്നപ്പോൾ ഞാൻ അത്ര ഈ അയൺമാനും സ്പൈഡർമാനും കൂടി മിക്സ് ചെയ്തപ്പോൾ അത് വലിയൊരു ഇതില്ലെങ്കിലും കണ്ടു, നോർമലി കുഴപ്പമില്ല. പിന്നെ അത് 2 വന്നപ്പോൾ ലൈക്ക് നോവേ ഹോം എല്ലാം വന്നു കഴിഞ്ഞ സമയത്ത് കുറച്ചും കൂടി രസമായിരുന്നു. മിസ്റ്റീരിയോൻ്റെ ആണോ നോവേ ഹോം അല്ലാന്ന് തോന്നുന്നു, ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ. എനിവേ ആ മിസ്റ്റീരിയോൻ്റെയും പിന്നെ അതിന് ശേഷം വന്ന 3 നമ്മൾ 3 സ്പൈഡർമാൻസും കൂടി വന്ന അത് കിട്ടില്ല ടോപ്പ് ആൻഡ് മൂവി ആയിരുന്നു. ആൻഡ് ഇപ്പോൾ ലാസ്റ്റ് വന്ന ബ്രാൻഡ് ന്യൂ ഡേയിൽ പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോരാ. ലൈക്ക് ആ ഒരു എനിക്ക് ആ കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മുടെ പണ്ടത്തെ സ്പൈഡർമാനെ പോലെ തന്നെ ആയിരിക്കും നമ്മുടെ ഇപ്പോഴത്തെ പുതിയ സ്പൈഡർമാൻ്റെ അവസ്ഥ എന്ന് വിചാരിച്ചു വന്നപ്പോഴേക്കും പുതിയ സ്പൈഡർമാൻ കുറച്ചും കൂടി വർക്കിലോട്ട് ഇതിലായിട്ട് ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. ഫുൾ ടൈം സ്പൈഡർമാൻ, ഐസൊലേറ്റഡ് ക്യാരക്ടർ. മോസ്റ്റ്ലി സ്പൈഡർമാൻ ക്യാരക്ടേഴ്സ് അധികം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഇത് ഒരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. ലൈക്ക് ജോബ് എന്താണെന്നോ, ലൈക്ക് ഇപ്പോൾ കറൻ്റ്ലി സ്പൈഡർമാൻ്റെ ഫണ്ടിങ് എല്ലാം എവിടുന്നാണ് വരുന്നത്, അല്ലെങ്കിൽ സ്പൈഡർമാൻ അത്യാവശ്യം ടെക്കി സ്പൈഡർമാനാണ്. ലൈക്ക് ഇതുവരെയുള്ള സ്പൈഡർമാൻസ് കുറച്ചും കൂടി അഡ്വാൻസ് ടെക്നോളജി യൂസ് ചെയ്യുന്ന സ്പൈഡർമാനാണ് നമ്മുടെ ഇപ്പോഴത്തെ ടോം ഹോളണ്ടിൻ്റെ സ്പൈഡർമാൻ. ബട്ട് ലാസ്റ്റ് ഇറങ്ങിയ മൂവീസിൽ സത്യം പറഞ്ഞാലോ ചിലപ്പോൾ ട്രെയിലർ കണ്ടുകൊണ്ടായിരിക്കും, ട്രെയിലറിൽ നമ്മൾ കുറേ ഓവർ ഹൈപ്പും കാര്യമെല്ലാം വന്നുകൊണ്ടായിരിക്കും എനിക്ക് എൻ്റെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തിട്ടില്ല ബ്രാൻഡ് ന്യൂ ഡേ എന്നൊരു സ്പൈഡർമാൻ കണ്ടു കഴിഞ്ഞപ്പോൾ. അതേപോലെ ലാസ്റ്റ് ക്രെഡിറ്റ് സീൻ, നമ്മൾ ലാസ്റ്റ് മാർവലിൻ്റെ ഒരു ക്രെഡിറ്റ് സീൻ ഉണ്ടാവും മോസ്റ്റ്ലി. അപ്പോൾ അത് വെയിറ്റ് ചെയ്ത് അതും ഒരുമാതിരി ഇതാക്കലായിരുന്നു ആക്കി വെച്ചത്. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് നമ്മൾ ക്രെഡിറ്റ് സീൻ കാത്തു നിന്ന് കഴിഞ്ഞപ്പോൾ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും എൻഡിങ്ങിൽ ഇത് ശോകമാണ്. ക്രെഡിറ്റ് സീൻ നമ്മൾ എന്തെങ്കിലും ഉണ്ടാവും ഇങ്ങനെ കാത്തു നിന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പയ്യെ ഇതാണ് സംഭവം എന്ന് വിചാരിച്ചു. ബട്ട് അതിനി പുതിയ സ്പൈഡർമാൻ മൂവി കാണുമ്പോൾ നമുക്ക് ഇനിയും കുറച്ച് മേ ബി
കുറച്ച് വർഷം കഴിയുന്ന സമയത്ത് പുതിയ സ്പൈഡർമാൻ്റെ മൂവി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊന്നും ഉദ്ദേശിക്കുന്നതാണ്. ഒബിയസ്ലി ആ ഒരു ഹിൻറ്റ് ലൈക്ക് അടുത്ത സ്പൈഡർമാൻ മൂവി എന്തായിരിക്കും ഒരു ചെറിയ ഹിൻറ്റ് തരും. ഹിൻറ്റ് തന്നിട്ടുണ്ട്. ഇവിടെ ഹിൻറ്റ് ഒരുമാതിരി ഒരുമാതിരി ഒരു രസമില്ലാത്ത ഹിൻറ്റായിപ്പോയി. എനിവേ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ ഓവർ എക്സ്പെക്റ്റേഷൻ വിചാരിച്ച് അല്ലെങ്കിൽ സ്പൈഡർമാൻ ഹാർഡ് കോർ ഫാൻ അല്ലെങ്കിൽ സ്പൈഡർമാനെ നമ്മൾ പണ്ടൊക്കെ കണ്ട സ്പൈഡർമാൻ്റെ അതേ ലെവലിൽ കിട്ടുമെന്ന് വിചാരിച്ച് ആ മൂവി കാണാൻ പോയി കഴിഞ്ഞാൽ എനിക്കിതൊന്നും കിട്ടില്ല. ബേസിക്കായിട്ട് ഒരു നല്ലൊരു ഗുഡ് മൂവി എന്നൊരു സൂപ്പർ ഹീറോ മൂവി കാണാം എന്ന് പോകുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ ഓക്കെ എന്ന് വിചാരിക്കും. കാരണം നമ്മൾ ലാസ്റ്റ് ഇറങ്ങിയ സ്പൈഡർമാൻ എന്ന് പറയുന്ന സമയത്ത് 3 സ്പൈഡർമാൻസും വന്ന് മെമ്മറി എല്ലാം വൈപ്പായി. ലൈക്ക് നമുക്ക് തോന്നുന്നത് ലാസ്റ്റ് ടോം ഹോളണ്ട് ഐസൊലേറ്റഡ് ക്യാരക്ടറായി നിൽക്കുന്ന ഇനി പഴയ പോലെ നമ്മുടെ ടോബി മെഗ്വാറിൻ്റെ ക്യാരക്ടർ പോലെ ഉള്ള ഒരു ലൈഫായിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പോയിട്ടാണ് ഇങ്ങനെ കാണുന്ന ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെയൊന്നും ആയിരിക്കില്ല. അതേപോലെ സത്യം പറഞ്ഞാൽ എനിക്ക് ആ ക്യാരക്ടറിനോട് ആ കണക്ഷൻ കിട്ടുന്നില്ല. കണക്ഷൻ എന്തോ മിസ്സായിപ്പോയി ഈ മൂവിയിൽ നമുക്കൊരു ഒരു ഇമോഷണൽ കണക്ഷൻ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ലൈക്ക് വില്ലനും ആയിക്കോട്ടെ, ഞാൻ അധികം ഇപ്പോൾ റിലീസ് ആയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളതുകൊണ്ട് ഞാൻ അധികം പറഞ്ഞ് സ്പോയിലർ ചെയ്യുന്നില്ല. ഈവൻ ദോ നമ്മുടെ ഓപ്പോസിഷൻ ഇരിക്കുന്ന ആൾക്കാരും ആയിക്കോട്ടെ വളരെ ഈസി ആയിട്ടാണ് ലൈക്ക് എൻഡിങ് ഇതായിപ്പോയത്. നമ്മളൊന്നും ചെയ്യാണ്ട് വളരെ എന്താ പറയുക, ഞാൻ ഇത് ഓവർ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലേഴ്സ് ആയിപ്പോകും ഫുള്ളും. എനിവേ ഗൈസ്, നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. കാരണം എനിക്ക് അത്ര പേഴ്സണലി എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അത്രത്തോളം മൂവി എത്തിയിട്ടില്ല. ബട്ട് ഇപ്പോൾ ഇത് എനിക്ക് മാത്രമുള്ള അഭിപ്രായമല്ല. ഞാൻ മൂവി കഴിഞ്ഞ് ക്രെഡിറ്റ് സീനും കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വാഷ്റൂം പോയ സമയത്ത് ഇതേപോലെ ഈ മൂവി കണ്ടവരും ഇങ്ങനെ വന്ന് ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്ന അഭിപ്രായമാണ്, എന്ത് മൂവിയാണ് ഇത് കാണാൻ വന്നത് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രമല്ല ഈ ഒരു അഭിപ്രായം ഉള്ളത്. ബട്ട് എൻ്റെ ഫ്രണ്ട്സ് വന്നവർക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്നാണ് പറഞ്ഞത്. ബട്ട് എനിക്ക് എൻ്റെ എക്സ്പെക്റ്റേഷൻ അത്ര മീറ്റ് ചെയ്തിട്ടില്ല ആ മൂവി. ബട്ട് ഒരു നല്ല മൂവിയാണ്, കുഴപ്പമൊന്നുമില്ല. ബട്ട് നമ്മുടെ സ്പൈഡർമാൻ്റെ മൂവിയുടെ നോർമലി ഇതുവരെ ഇറങ്ങിയ മൂവി കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അത്രത്തോളം എത്തിയിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്ക് ആ ഒരു കണക്ഷൻ സാധനം ഫീൽ ചെയ്തില്ല. ഫൈറ്റ് സീൻസും ഇതെല്ലാം അത്യാവശ്യം നൈസാണ് എടുത്തേക്കുന്നത്. ഇതിൽ രസമുണ്ട്. ഞാൻ പിന്നെ 2D വേർഷനാണ് കണ്ടത്. ഈ 3D ഒക്കെ കാണാൻ മര്യാദക്ക് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള നല്ല സ്ഥലത്ത് പോയി കാണണം. നമ്മുടെ അടുത്ത് ഇപ്പോൾ എല്ലായിടത്തും കാണാൻ എല്ലാം കണക്കായതുകൊണ്ട് 2D വേർഷൻ കണ്ടു. എനിവേ, നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻ മീറ്റ് ചെയ്തോ ഈ സ്പൈഡർമാൻ മൂവി? ഓർ എനിക്ക് മാത്രമാണ് ഇങ്ങനെ ഫീൽ ചെയ്തത്? ഈവൻ ഐ ഡോണ്ട് നോ. സോ എനിവേ, എനിക്കിത് എന്തായാലും ഇത് കണ്ട ശേഷം ഷെയർ ചെയ്യാൻ തോന്നി. ഇത് ലേറ്റായി ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓൾറെഡി കുറേ സ്പോയിലേഴ്സും കാര്യമെല്ലാം വന്നു കഴിഞ്ഞാൽ തീർന്നു. എനിവേ, ഇത് റീലിൽ സ്പോയിലേഴ്സും കാര്യമൊന്നും വന്നിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടവർ കമൻറ്റ് ചെയ്യുക, എങ്ങനെ ഉണ്ടെന്ന് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത്രയും വരാനുള്ളൂ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ. ഓക്കെ, ബൈ.